ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെസ്മിൻസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി തേൻ നെല്ലിക്കയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണ അതേ ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നെല്ലിക്ക ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒന്നാണ്. പക്ഷേ കുട്ടികൾക്കൊന്നും പൊതുവേ ഇത് വെറുതെ കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടമാവും. പിന്നെ സാധാരണ തേൻ നെല്ലിക്ക ഉണ്ടാക്കുമ്പോൾ ഇത് കുറേ ദിവസം പാകാവാനായിട്ട് എടുത്തു വെക്കണം. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അധികം സംസാരിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തേൻ നെല്ലിക്ക ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/4 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് ലൈറ്റ് ഗ്രീൻ കളറുള്ളത് നോക്കി വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് തേൻ നെല്ലിക്കൊക്കെ ആകുമ്പോൾ പുളിപ്പ് കുറവുള്ള നെല്ലിക്കാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം. എല്ലാത്തിലും ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. ഇനി ഇതുപോലെ ഒരു വലിയ ബൗളിൽ കുറച്ചധികം വെള്ളം വെക്കുക. നമ്മൾ നെല്ലിക്ക മൂടി കിടക്കാൻ പാകത്തിന് വെള്ളം വെക്കണം. ആ വെള്ളം ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ നെല്ലിക്ക ഒരു ലൈറ്റ് യെല്ലോ കളറാവുന്ന വരെ. എന്നിട്ട് നമുക്കത് മെല്ലെ അതിൽ നിന്ന് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ ഈ ഒരു കളറാണ് വേണ്ടത്. ഇതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒരു 200 ഗ്രാമൊക്കെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 150 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ ഇവ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി മൂടി വെക്കാം. ഇപ്പം മൊത്തം ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വലിയ നെല്ലിക്കൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നെല്ലിക്കൊക്കെ നല്ലോണം ഷുഗർ സിറപ്പിൽ സോക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം ഫോഴ്സ് ഉപയോഗിക്കരുത്, നെല്ലിക്കൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തേൻ നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, ജ്യൂസിയാണ്. നമ്മൾ കുറേ ദിവസം ഇത് പാകാവാൻ എടുത്ത് വെച്ച പോലെ തന്നെ ഉണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ. ഇനി കഴിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കിക്കോ, എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടമാവും. ഇനിയിപ്പോൾ ഇത് എടുത്ത് വെക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇന്നുള്ളതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും നാളെ. അങ്ങനെ ദിവസം ചെല്ലുന്തോറും ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.